നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയോ, നിങ്ങൾ കടന്നു ചെല്ലുന്നത് പോലെയോ, നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് പോലെയോ അല്ല. ആത്മാവ് ജനത്തെ നയിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട്. നോക്കെ, എനിക്ക് ആ മനുഷ്യനെ മുമ്പ് പരിചയമില്ല. പത്രോസിന് ആ മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. പത്രോസിന് ആ മനുഷ്യൻ ആരാന്നറിയത്തില്ല. പക്ഷേ പത്രോസ് ചെന്ന് കൈവെക്കുന്ന അടുത്ത നിമിഷം അവന്റെ അകത്ത് ആത്മാവ് ആക്ടിവേറ്റ് ആകണമെങ്കിൽ വന്നവന്റെ അകത്ത് കിടക്കുന്ന സാധനം പറയുന്നവർക്ക് എത്ര പേർക്ക് അത് ഊതി പിടിയിട്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ദൂതനോട് പറയുക. പരിശുദ്ധാത്മാവോട് പറയുന്നു, കേൾക്കണം പ്രിയരെ, ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. വന്നവന്റെ അഭിഷേകം എന്നാന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ ഇന്ന് പകൽക്കാലം കഴിയുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പോകുക. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിൽ കുറിച്ചിട്ട് പോകുക.